നമസ്കാരം. എല്ലാവർക്കും സുഖമാണല്ലോ? എൻ്റെ കഴിഞ്ഞ വീഡിയോസ് എല്ലാവരും കണ്ടിരിക്കുമെന്ന് കരുതുന്നു. കാണാത്തവർ കാണാൻ ശ്രമിക്കുക. കാരണം ഇന്നത്തെ വീഡിയോ അതിൻ്റെ തുടർച്ചയാണ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ബൈബിൾ ഭാഗം വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായമാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം: അവൻ സ്നേഹിതനാണ് എന്നതിൻ്റെ പേരിൽ അവന് ഒന്നും കൊടുക്കുകയില്ലെങ്കിൽ തന്നെ എന്തിൻ്റെ പേരിൽ അവന് വേണ്ടത് നൽകും എന്നാണ് കർത്താവ് പറയുന്നത്? ഉത്തരം: നിർബന്ധം നിമിത്തം. അത് 11-ാം അധ്യായം 8-ാം വാക്യത്തിലാണുള്ളത്. രണ്ടാമത്തെ ചോദ്യം: യേശു പിശാചുക്കളെ പുറത്താക്കുന്നത് ആരെക്കൊണ്ടെന്നാണ് ചിലർ പറഞ്ഞത്? ഉത്തരം: പിശാചുക്കളുടെ തലവനായ ബേൽസബൂലിനെ കൊണ്ട്. അത് 11-ാം അധ്യായം 15-ാം വാക്യത്തിലാണുള്ളത്. മൂന്നാമത്തെ ചോദ്യം: അന്തഛിദ്രമുള്ള എന്താണ് നശിച്ചും വീണും പോകുന്നത്? ഉത്തരം: രാജ്യം നശിക്കും, ഭവനം വീഴും. അത് 11-ാം അധ്യായം 17-ാം വാക്യത്തിലാണുള്ളത്. നാലാമത്തെ ചോദ്യം: ദൈവകരം കൊണ്ടാണ് ഞാൻ പിശാചുക്കളെ പുറത്താക്കുന്നതെങ്കിൽ എന്ത് നിങ്ങളുടെ ഇടയിൽ വന്നു കഴിഞ്ഞിരിക്കുന്നുവെന്നാണ് യേശു പറഞ്ഞത്? ഉത്തരം: ദൈവരാജ്യം. അത് 11-ാം അധ്യായം 20-ാം വാക്യത്തിലാണുള്ളത്. അഞ്ചാമത്തെ ചോദ്യം: ഒരു സ്ത്രീ ഉച്ചത്തിൽ അവനോട് പറഞ്ഞു, നിന്നെ വഹിച്ച ഉദരവും നിന്നെ പാലൂട്ടിയ മുലകളും ഭാഗ്യമുള്ളവ. അതിനു മറുപടിയായി യേശു എന്താണ് പറഞ്ഞത്? ഉത്തരം: ദൈവവചനം കേട്ട് അത് പാലിക്കുന്നവർ കൂടുതൽ ഭാഗ്യവാന്മാർ. അത് 11-ാം അധ്യായം 28-ാം വാക്യത്തിലാണുള്ളത്. ആറാമത്തെ ചോദ്യം: യോന ആർക്കാണ് അടയാളമായിരുന്നത്? ഉത്തരം: നിനവേക്കാർക്ക്. അത് 11-ാം അധ്യായം 30-ാം വാക്യത്തിലാണുള്ളത്. ഏഴാമത്തെ ചോദ്യം: വിധി ദിനത്തിൽ ഈ തലമുറയിലെ ജനങ്ങളോടൊപ്പം ഉയർപ്പിക്കപ്പെടുകയും ഇതിനെ കുറ്റം വിധിക്കുകയും ചെയ്യും. ഏത് ദേശത്തെ രാജ്ഞിയാണ്? ഉത്തരം: ദക്ഷിണദേശത്തെ രാജ്ഞി. അത് 11-ാം അധ്യായം 31-ാം വാക്യത്തിലാണുള്ളത്. എട്ടാമത്തെ ചോദ്യം: നിങ്ങൾ അരുതയുടെയും തുളസിയുടെയും മറ്റെല്ലാ ചെടികളുടെയും ദശാംശം കൊടുക്കുന്നു, എന്നാൽ എന്ത് അവഗണിച്ചു കളയുന്നുവെന്നാണ് യേശു ഫരിസേയരോട് പറഞ്ഞത്? ഉത്തരം: ദൈവത്തിൻ്റെ നീതിയും സ്നേഹവും. അത് 11-ാം അധ്യായം 42-ാം വാക്യത്തിലാണുള്ളത്. ഒൻപതാമത്തെ ചോദ്യം: താങ്ങാനാവാത്ത ചുമടുകൾ മനുഷ്യരുടെ മേൽ കെട്ടിയേൽപ്പിക്കുകയും അവരെ സഹായിക്കാൻ ഒരു ചെറു വിരൽ പോലും അനക്കുകയും ചെയ്യാതിരിക്കുന്നവർ ആരാണ്? ഉത്തരം: നിയമജ്ഞർ. അത് 11-ാം അധ്യായം 46-ാം വാക്യത്തിലാണുള്ളത്. പത്താമത്തെ ചോദ്യം: ബലിപീഠത്തിനും വിശുദ്ധ സ്ഥലത്തിനും മധ്യേ വെച്ച് കൊല്ലപ്പെട്ടത് ആരാണ്? ഉത്തരം: സക്കറിയ. അത് 11-ാം അധ്യായം 51-ാം വാക്യത്തിലാണുള്ളത്. ഇന്ന് നാം കണ്ട ചോദ്യോത്തരങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. ഇന്നത്തെ ചോദ്യോത്തരങ്ങൾ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിടുന്നതായിരിക്കും. ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യുക. ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്. എങ്കിൽ മാത്രമേ നോട്ടിഫിക്കേഷൻ വരികയുള്ളൂ. അപ്പോൾ സപ്പോർട്ട് ചെയ്യുക, പ്രാർത്ഥിക്കുക. താങ്ക്